ആദ്യം പറയേണ്ട പേര് ശശി തരൂറിൻ്റെതാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് കൊടുക്കുന്ന ഒരു പട്ടികയിൽ ശശി തരൂറിന്റെ പേര് ഇല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ശശി തരൂറിനെ ആ പട്ടികയിൽ പെടുത്തും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത്. പ്രധാനമന്ത്രി ശശി തരൂറിനെ ഈ ഡെലിഗേഷനിൽ അംഗമാക്കാനും അതിലൊന്നിന്റെ തലവനാക്കാനും തീരുമാനിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിന് കൊടുക്കാവുന്ന ഒരു ചെറിയ തിരിച്ചടി, ചെറിയൊരു പണി, അതാണ് BJP ഉദ്ദേശിച്ചതും നടപ്പാക്കിയതും. പാകിസ്ഥാൻ ഭീകരത ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ 7 പ്രതിനിധി സംഘങ്ങളെ അല്ലെങ്കിൽ ഡെലിഗേഷനെ ഏതാണ്ട് 35ഓളം രാജ്യങ്ങളിലേക്ക് അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുക. ഒരു സർവകക്ഷി സ്വഭാവമുള്ളതാണ് ഈ 7 ഡെലിഗേഷനുകളും. ഭരണകക്ഷിയിൽ നിന്നും വ്യത്യസ്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. പാർലമെന്ററി അഫയേഴ്സിന് ചുമതലയുള്ള കിരൺ റിജ്ജു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് അവരുടെ പാർട്ടികളിൽ നിന്ന് ഈ ഡെലിഗേഷനിൽ പെടുത്തേണ്ടവരുടെ ഒരു പട്ടിക ചോദിച്ചിരുന്നു. കോൺഗ്രസിൽ നിന്ന് 4 പേരുടെ പേരാണ് ചോദിച്ചത്. ആ 4 പേരെയും ഉൾപ്പെടുത്താനാണോ എന്നറിയില്ല. 4 പേരുടെ പേര് നിർദ്ദേശിക്കാനായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ കിരൺ റിജ്ജു ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് കോൺഗ്രസ് 4 പേരുടെ പേര് കൊടുത്തു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി അടക്കം 4 പേര്. അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ശശി തരൂർ ഒരു ഡെലിഗേഷന്റെ തലവനാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരാളെ നിർദ്ദേശിക്കാൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് പാർലമെന്റിൽ നിന്നാണെങ്കിൽ ആദ്യം പറയേണ്ട പേര് ശശി തരൂറിൻ്റെതാണ്, യാതൊരു സംശയവുമില്ല. വിദേശകാര്യ വിഷയങ്ങളിൽ കോൺഗ്രസിന് എടുത്ത് മുമ്പിൽ നിർത്താവുന്ന ഇതുപോലെ പ്രഗത്ഭനായ ഒരു വ്യക്തി വേറൊരാളില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അത് ഓരോ പാർട്ടിക്കും കൊടുക്കുന്ന ഒരു പദവിയാണ്. അപ്പൊ കോൺഗ്രസ് ശശി തരൂറിനെ നിയോഗിച്ചതാ ആ പദവിയിലേക്ക്. കോൺഗ്രസിന്റെ നോമിനിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായിരുന്നു. അക്കാലത്ത് എല്ലാ ലോക നേതാക്കളുമായിട്ട് നല്ല പരിചയമുള്ള ആളായിരുന്നു. പിന്നീടകം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു, തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു, വിദേശകാര്യ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. അത് മാത്രമല്ല, ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകളോട് കൃത്യമായ അല്ലെങ്കിൽ ശക്തമായ വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നൊക്കെ നിലയിൽ അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഡെലിഗേഷനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഡെലിഗേഷനെ നയിക്കുക, അതൊക്കെ ആ പ്രതിനിധി സംഘത്തിന്റെ പ്രവർത്തന വിജയത്തിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഈ 4 പേരുടെ പേര് ചോദിച്ചപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിരുന്നു. അതായത് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു പട്ടികയിൽ ശശി തരൂറിന്റെ പേര് ഇല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ശശി തരൂറിനെ ആ പട്ടികയിൽ പെടുത്തും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കി, ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക കോൺഗ്രസ് നൽകുന്നു. പക്ഷെ പ്രധാനമന്ത്രി ഓഫീസ് ശശി തരൂറിനെ ഈ ഡെലിഗേഷനിൽ ഉൾപ്പെടുത്തുന്നു. അത് മാത്രമല്ല, അതിലൊന്നിന്റെ തലവനായി നിയോഗിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ, അല്ലെങ്കിൽ ശശി തരൂറിനെ ഒരു ഡെലിഗേഷന്റെ നേതാവായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചതിലൂടെ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ്. കാരണം ഇതുപോലൊരു ഡെലിഗേഷൻ ഗവൺമെന്റ് രൂപവൽക്കരിക്കുമ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ വ്യത്യസ്ത അഭിപ്രായം പറയാനോ ഒന്നും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. കാരണം ഇത് രാജ്യ താല്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ശത്രുക്കളായ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ നടത്തിയ ഒരു നീക്കം, അല്ലെങ്കിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി, അത് വിജയം കണ്ടതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശി തരൂർ അംഗമാകുന്നതും ഒരു പ്രതിനിധി സംഘത്തിന്റെ നേതാവാകുന്നതും അദ്ദേഹം ആ പ്രവർത്തനത്തിൽ വിജയിക്കുന്നതുമൊക്കെ ഒരു അഭിമാനമായിട്ട് കോൺഗ്രസ് കാണേണ്ടതായിരുന്നു. അത് കേരളത്തിനും അഭിമാനകരമായ ഒരു വസ്തുതയാകുമായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഗവൺമെന്റ് ശശി തരൂറിനെ ഒരു പ്രതിനിധി സംഘത്തിന്റെ
തലവനാക്കി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം അല്ല. എന്തുകൊണ്ടായിരിക്കാം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ശശി തരൂരിനെ ഈ ഡെലിഗേഷനിൽ അംഗമാക്കാനും അതിലൊന്നിന്റെ തലവനാക്കാനും തീരുമാനിച്ചത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ശശി തരൂരിനെ കൊണ്ടുള്ള പ്രയോജനം, അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലുള്ള സ്വാധീനം, അവിടുത്തെ നേതാക്കളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ഉപയോഗിച്ച് എന്തിനാണോ ഈ ഡെലിഗേഷനെ അയച്ചത് അക്കാര്യത്തിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റിന് വ്യക്തമായിരുന്നു. പിന്നെ രണ്ടാമത് രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് കൊടുക്കാവുന്ന ഒരു ചെറിയ തിരിച്ചടി, ചെറിയൊരു പണി, അതാണ് BJP ഉദ്ദേശിച്ചതും നടപ്പാക്കിയതും. ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണെന്നും വലിയൊരു സംഭവമാണെന്നും ഇന്നലെ മുതൽ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു നയതന്ത്ര നീക്കം ഇതത്ര പുതിയ കാര്യങ്ങളൊന്നുമല്ല, ഇതിനു മുമ്പും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. 1971 ബംഗ്ലാദേശിന്റെ വിമോചനം നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം, അതിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നതിന് മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അമേരിക്ക, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബെൽജിയം, ഓസ്ട്രിയ മുതലായ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ നേതാക്കളുമായിട്ട് ഇവിടുത്തെ വിഷയം, കിഴക്കൻ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ പിന്തുണ നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്തു. 1971 ഒക്ടോബർ 25 മുതൽ നവംബർ 12 വരെയാണ് ഈ സന്ദർശനം നടന്നത്. ആ കൂട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി മോസ്കോയിലെത്തി സോവിയറ്റ് യൂണിയൻ നേതാക്കളുമായി സംസാരിച്ച് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സൗഹൃദ സഹകരണ കരാറിന് രൂപം നൽകിയതും. അന്ന് 70 ഡെലിഗേഷനുകളെ ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അതിൽ 13 മിനിസ്റ്റീരിയൽ ലെവൽ, അതായത് മന്ത്രി തലത്തിലുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു എക്സർസൈസ് അന്നും നടന്നിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റുകൾ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികളെ കൂടെ കൂട്ടി ഡെലിഗേഷനുകൾ അയച്ചിട്ടുണ്ട്. PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയെ ഒരു പ്രധാന ദൗത്യത്തിന് ജനീവയിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ അയക്കുകയുണ്ടായി. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയെടുക്കാൻ അന്ന് പാകിസ്ഥാൻ ശ്രമിക്കുന്ന സമയമാണ്. അന്ന് വാജ്പേയിയാണ് ഇന്ത്യയെ പ്രതികരിച്ച സംഘത്തെ നയിച്ചത്. ഫറൂഖ് അബ്ദുള്ള കാശ്മീർ നേതാവ്, അതുപോലെ തന്നെ സൽമാൻ ഖുർഷിദ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ്, ഇവരൊക്കെ ഈ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. 2008 ബോംബെ ഭീകരാക്രമണത്തിന് ശേഷവും സർവകക്ഷി സംഘത്തെ ഇന്ത്യ ഗവൺമെന്റ് വിദേശങ്ങളിലേക്ക് അയക്കുകയും നമ്മുടെ നിലപാടുകൾ അവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു നയതന്ത്ര നീക്കത്തിന് നേതൃത്വം കൊടുക്കാൻ സർക്കാർ തയ്യാറായതും ഒരു നല്ല കാര്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ നിലപാടിൽ നിന്നുള്ളൊരു ചെറിയ മാറ്റമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. ഗവൺമെന്റ് സർവകക്ഷി യോഗമൊക്കെ നടത്തി, പക്ഷേ അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പ്രാധാന്യമൊന്നും അന്ന് ആ യോഗത്തിന്റെ സമയത്ത് പ്രതിപക്ഷ കക്ഷികൾക്ക് BJP സർക്കാർ നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറ്റമുണ്ട്. പ്രതിപക്ഷ കക്ഷികളെ കൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ കാര്യം വിദേശങ്ങളിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ മെയ് 25-ാം തീയതി NDA മുഖ്യമന്ത്രിമാരുടെ, BJPയുടെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ മുഖ്യമന്ത്രിമാരെ ഡൽഹിയിൽ ഒരു യോഗത്തിന് മോഡി ക്ഷണിച്ചിരിക്കുക. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടം എങ്ങനെ രാഷ്ട്രീയമായി മാറ്റാം, അത് പ്രയോജനപ്പെടുത്താം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് NDA മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ ഒരു ഇരട്ടത്താപ്പായിട്ട് പറയാം, അങ്ങനെയാണ് താനും. പക്ഷേ അത് BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ NDA ഒരു മുന്നണി എന്ന നിലയിൽ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കും. അക്കാര്യത്തിൽ കൂടുതൽ കുറ്റം പറയാൻ സാധ്യവുമല്ല.